നമസ്കാരം. ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 24/4/2026 വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ രാവിലത്തെ റബ്ബർ വിലകൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ആര് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാലും ഞാൻ അതിന് കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആരെയും ഒഴിവാക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ മറുപടി തരുന്നതാണ്. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില വീണ്ടും കുതിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ റബ്ബർ വില പറയുമ്പോൾ ഞാൻ ഇന്നലെ രാവിലെ വില പറഞ്ഞതും ഇന്ന് രാവിലത്തെ വിലയും തമ്മിൽ ഉള്ള വ്യത്യാസമാണ് പറയുന്നത്. ഇന്നലെ രാവിലത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇന്ന് രാവിലെ വില കൂടിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ റബ്ബർ കച്ചവടം ആരംഭിച്ചത് RSS 4 ഒരു കിലോയ്ക്ക് 236 രൂപയ്ക്കും RSS 5 ഒരു കിലോയ്ക്ക് 232 രൂപയ്ക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം വിലകൾ വന്നു, പുതിയ വിലകൾ വന്നു. ഇന്നലെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞ് ഒരു 242 രൂപയൊക്കെ കയറിയായിരുന്നു. പിന്നെ അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി. അപ്പോൾ ഇന്നലെ രാവിലത്തെ വിലയും ഇന്ന് രാവിലത്തെ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. റബ്ബർ ബോർഡ് വില കോട്ടയം RSS 4 ഒരു കിലോയ്ക്ക് 238 രൂപ, RSS 5 ഒരു കിലോയ്ക്ക് 234 രൂപ, ISNA 20 ഒരു കിലോയ്ക്ക് 204 രൂപ, ലാറ്റക്സ് 60% 159 രൂപ 55 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS 4 ഒരു കിലോയ്ക്ക് 238 രൂപ, RSS 5 ഒരു കിലോയ്ക്ക് 234 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് ഒരു കിലോയ്ക്ക് 229 രൂപ, ലോട്ട് ഒരു കിലോയ്ക്ക് 201 രൂപ മുതൽ 206 രൂപ വരെ. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് 150 രൂപ, 60% DRC ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് 112 രൂപ 50 പൈസ. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS 3 ഒരു കിലോയ്ക്ക് 232 രൂപ 50 പൈസ, RSS 4 ഒരു കിലോയ്ക്ക് 232 രൂപ, RSS 5 ഒരു കിലോയ്ക്ക് 226 രൂപ 50 പൈസ, ലോട്ടിന് ഒരു കിലോയ്ക്ക് 204 രൂപ, ഒട്ടുപാൽ 145 രൂപ വരെ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 216 രൂപ, ഫാക്ടറി വില 225 രൂപ. വിശദമായി നോക്കാം. 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 10,800 രൂപ, 30% DRC ഉള്ളതിന് 12,960 രൂപ, 35% DRC ഉള്ളതിന് 15,120 രൂപ, 40% DRC ഉള്ളതിന് 17,280 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS 4 ഒരു കിലോയ്ക്ക് 230 രൂപ, RSS 5 ഒരു കിലോയ്ക്ക് 226 രൂപ, ISS ഒരു കിലോയ്ക്ക് 198 രൂപ 50 പൈസ മുതൽ 199 രൂപ വരെ. ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വിലയെന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് 132 രൂപ മുതൽ 144 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 5 ഒരു കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ISNA 20 ഒരു കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ലാറ്റക്സ് 60% 1 രൂപ 5 പൈസ വർദ്ധിച്ചു. ലൂസിന് ഒരു കിലോയ്ക്ക് 2 രൂപ വർദ്ധിച്ചു. ലോട്ടിന് ഇന്നലത്തെ വില തന്നെയാണ്. പിന്നെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 5 ഒരു കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ISSനും ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി കർണാടക വില നോക്കിക്കഴിഞ്ഞാൽ RSS 3 4 5 ലോട്ടിനും ഒരു കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളും വീണ്ടും നല്ല മഴ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇന്നലെ മഴ കിട്ടിയോ? അപ്പോൾ ഞാൻ ടാപ്പിംഗ് ചെയ്യുന്ന തോട്ടമാണ് ഈ കാണുന്നത്. ജനുവരിയിൽ ടാപ്പിംഗ് നിർത്തിയതാണ്. പിന്നെ അതിനുശേഷം ടാപ്പിംഗ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ മഴ കൂടുതലായിട്ട് കിട്ടി. അപ്പോൾ മഴയുടെ ഇതുകൊണ്ടാണ് അത്രയും കാട് കയറി കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വൃത്തിയാക്കി ടാപ്പിംഗ് ആരംഭിക്കണമെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ ഒരുപാട് ക്യാഷ് ഇതിൽ ചിലവാക്കേണ്ടതായിട്ട് വരും. പലരും നമ്മളോട് കമ്പനിയിലൂടെ ചോദിക്കുന്നു, നിങ്ങളൊക്കെ ഈ റബ്ബർ കൃഷി ഉപേക്ഷിച്ചിട്ട് ഫ്രൂട്ട്സ് കൃഷിയിലോട്ട് തിരിഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ ഫ്രൂട്ട്സ് കൃഷിയിലോട്ടൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഫലം പുറത്ത് വരുമ്പോൾ നമുക്ക് അധിക കാലം അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഉടനെ വിറ്റ് തീർക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ റംബൂട്ടാൻ തന്നെ ആണെങ്കിൽ നമ്മളൊരു 1000 കിലോ ഒന്നിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എടുക്കാൻ ആൾ കാണില്ല. നമ്മുടെ റബ്ബർ ഷീറ്റ് ആണെങ്കിൽ നമ്മൾ നശിച്ചു പോകുന്ന സാധനമല്ല. നമ്മളൊരു 1000 കിലോ കൊണ്ട് ചെന്നാലും പെട്ടെന്ന് എടുക്കാൻ ആളുണ്ട്, കടക്കാർക്കും സന്തോഷമാവും. അപ്പോൾ ഒരു 1000 കിലോ റംബൂട്ടാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് സന്തോഷമാകില്ല. അപ്പോൾ റബ്ബർ കൃഷിയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ടാപ്പിംഗ് തുടങ്ങാൻ പോകുന്ന ഒരു ജബോം കത്തി വെച്ച് ആദ്യം തെളിക്കുവാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പട്ട തെളിഞ്ഞ് കിട്ടും. ആ മുരിഞ്ഞ് കിടക്കുന്ന പട്ടയൊക്കെ പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അത് എൻ്റെ അനുഭവം വെച്ചാണ് പറയുന്നത്. ഞാനും ആദ്യം തെളിക്കുമ്പം ഈ ജബോം കത്തി വെച്ച് ചെയ്യും. റബ്ബറിന് വില കൂടി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും സന്തോഷം തോന്നുമെങ്കിലും ഒന്ന് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ റബ്ബറില്ല കൊടുക്കാൻ. നമ്മുടെ റബ്ബർ മരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സന്തോഷിക്കാം. ഇനി വില കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സന്തോഷിക്കാം. വേറൊരാൾ നമ്മളോട് കമ്പനിയോട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ വില കൂടിയെന്ന് കേട്ട് ആരെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ, തുള്ളിച്ചാടിയിട്ടുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് തോട്ടങ്ങൾ വാങ്ങിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വിലയില്ലാത്തതുകൊണ്ട് ടാപ്പിംഗ് ആരും തുടങ്ങുന്നില്ല. അപ്പോൾ വില കൂടി വരുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കാമല്ലോ, അപ്പോൾ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള സന്തോഷം പലർക്കും ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും ടാപ്പിംഗ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ജോലിക്കൂലിയും ഈ കാടെടുക്കുന്ന കൂലി, വളമിടുന്ന കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നഷ്ടമാണ് വരുന്നത്. അതുകൊണ്ടാണ് അവർ ടാപ്പിംഗ് ചെയ്യാതെ ഇടുന്നത്. അപ്പോൾ ഒരു 300 എങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ലാഭം കിട്ടി. അപ്പോൾ ബാങ്കിനൊക്കെ ലോൺ എടുത്ത് തോട്ടങ്ങൾ വാങ്ങിയിരിക്കുന്നവർക്കാണെങ്കിൽ ലോൺ അടയ്ക്കാനായാലും അപ്പോൾ ഈ റബ്ബർ മരം ടാപ്പിംഗ് ചെയ്യുന്ന ആ ജോലിക്കാർക്ക് ജോലിയാവും. ഇപ്പോൾ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് പല ടാപ്പിംഗുകാരും ഇപ്പോൾ മൈക്കാട് പണിക്കും, മേശരി പണിക്കും, മറ്റു പല പണിക്കായിട്ട് പോവുകയാണ്.
ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.